പഴകി ദ്രവിച്ച ഉണക്കുമരങ്ങൾ വീടിന് ഭീഷണിയാവുന്നു. അഞ്ചൽ റേഞ്ചിന് കീഴിലുള്ള കളകുന്ന് സെക്ഷനിൽ ബ്ലോക്ക് നമ്പർ 12 കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ താമസിക്കുന്ന 5ഓളം വീട്ടുകാരാണ് ദുരന്തഭീതിയിൽ കഴിയുന്നത്. വൃദ്ധരും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 5 കുടുംബങ്ങളിലായി 25ഓളം അംഗങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. പഴകി ദ്രവിച്ച മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ നാട്ടുകാർ നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ഓർഡർ വന്നില്ല എന്ന കൈമലർത്തൽ ന്യായമാണ് മറുപടിയായി നൽകിയത്. 3 മരം ഇവിടെ ഭീഷണിയായിട്ട് തന്നെ നിൽക്കുക. അപേക്ഷ കൊടുത്ത് ഞാൻ മടുത്തിരിക്കുവാണ്. 5 ബ്ലോക്കിൽ കൊടുത്ത്, ഇവിടെ അടുത്ത കോട്ടയത്തിൽ കൊടുത്ത്, പൊല്ലു വരെ കൊടുത്തത്. അതിന്റെ ഒരു രേഖ ഇതുവരെ പൊല്ലൂന്ന് വന്ന് നോക്കൂ, എന്നെ വന്ന് വിളിക്കൂന്ന് വരെ പറഞ്ഞ. ഈ വയ്യാത്ത ഞാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഓടാനും എടുക്കാനും ഒന്നും. വീട്ടില് മൂത്ത മോനും 4 മക്കളും. അതിന്റെ അടുത്ത വീട്ടിൽ ഈ മൂത്ത മോനും വേണ്ടി തന്നെ ഞാൻ ഓടുന്ന. ഈ മരം എങ്ങോട്ട് വീഴുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ വയ്യ തരത്തിൽ ഞങ്ങൾ കിടന്ന് നരയിക്കുക. ദേവി ഇത് എങ്ങനെയെങ്കിലും ഇത് മുറിച്ച് എന്തുവാന്ന് വെച്ചാൽ എനിക്ക് 5 പൈസ ചെലവാക്കാനില്ല. അസുഖത്തിന് പോകുമോ ഞാൻ ഈ മരം മുറിക്കാൻ അവരടുത്ത് വാങ്ങിക്കും കൊപ്പറയ്ക്കോ. എങ്ങനെ ഇറക്കണം? അതേസമയം മുൻപ് വീടിന്റെ മുകളിലേക്ക് വീണ മരം ഇതുവരെ നീക്കം ചെയ്യാതെ കിടക്കുന്നുമുണ്ട്. കാട്ടുപോത്തും കാട്ടാനയും നിരന്തരം സഞ്ചരിക്കുന്ന ഈ വഴികളിൽ ഏത് സമയത്തും അപകടം പതിയിരിക്കുന്നുണ്ട്. വീണ്ടും കിളിച്ചു വരുവാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് സമാധാനം ഇല്ലാത്തത് ഈ കാറ്റ് വരുന്ന സമയത്താണ്. മഴയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എങ്ങും ഇറങ്ങാനും പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ 4 പേർക്ക് എന്തെങ്കിലും ഒന്ന് വന്നു പോയാൽ ഒരുമിച്ച് വരുന്നെങ്കിൽ കെട്ടുന്നത്. അത് ഞങ്ങൾക്ക് എന്തിനും വല്ല കൈയും കാലൊക്കെ ഒടിഞ്ഞ് കിടന്നാലേ ഞങ്ങൾക്ക് പാടുള്ളൂ. പക്ഷേ 4 ഒരുമിച്ച് മരിക്കുമെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇവിടെ അടുത്ത കോട്ടയത്തിൽ കൊടുത്ത് പൊല്ലു വരെ കൊടുത്തത്. അതിന്റെ ഒരു രേഖ ഇതുവരെ പൊല്ലൂന്ന് വന്ന്. വിഷയത്തെ ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ വഴിതടയിലടക്കമുള്ള സമരപരിപാടികൾ നേതൃത്വം നൽകുമെന്ന് പ്രദേശവാസികൾ കുളത്തൂപ്പുഴ വാർത്തയോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കുളത്തൂപ്പുഴ വാർത്ത. Yeah.